മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ ഒമാനിലെ ഒന്നാം ഘട്ട പുരസ്കാര ചടങ്ങ് ശനിയാഴ്ച നടക്കും. സലാലയിലെ ലുബാൻ പാലസ് ഹാളിൽ പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ ഒമാനിലെ രണ്ടാം ഘട്ടം നവംബർ 15-ന് മസ്കറ്റ് റുസൈലിലെ മിഡിൽ ഈസ്റ്റ് കോളേജിലാണ്. GCCയിലെ വിദ്യാർത്ഥികളുടെ പഠന മികവിനെ ആദരിക്കുന്ന മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ ഒമാനിലെ ഒന്നാം ഘട്ടം നവംബർ 8-ന് സലാലയിലാണ് നടക്കുന്നത്. സലാലയിലെ പുരസ്കാര ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ശനിയാഴ്ച ലുബാൻ പാലസ് ഹാളിൽ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ മീഡിയ വണ്ണിന്റെ ആദരം ഏറ്റുവാങ്ങും. മീഡിയ വൺ മബ്രൂക്ക് ഗൾഫ് ടോപ്പേഴ്സിന്റെ 3ാം എഡിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം UAEയിൽ 2 ദിവസം നീണ്ടുന്ന വിപുലമായ പരിപാടിയോടെ 2000-ലധികം വിദ്യാർത്ഥികളും 4000-ലധികം രക്ഷിതാക്കളും 500-ലധികം അധ്യാപകരും അടങ്ങുന്ന വലിയ പരിപാടി നടന്നതിന് ശേഷം അതിൻ്റെ രണ്ടാം ഘട്ടം ഒമാനിലേക്ക് കടക്കുകയാണ്. സലാലയിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന സമൂഹം ഈ പരിപാടിയെ വളരെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർക്കുള്ള അവസരവും മീഡിയ വൺ അവിടെ തുറന്നിട്ടിട്ടുണ്ട്. ചടങ്ങിൽ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിലെ ഡീൻ ഡോക്ടർ നാസർ അൽ ഹമർ അൽ ഖദീരി മുഖ്യാതിഥിയായിരിക്കും. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണൻ VS സുനിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും. ബിർള സ്കൂൾ അസിസ്റ്റന്റ് പ്രിൻസിപ്പാൾ സെൽവിൻ സുഭാഷ്, ഡോക്ടർ K സനാതനൻ, രാകേഷ് കുമാർ ജ എന്നിവരും സംവദിക്കും. വിദ്യാഭ്യാസ മേഖലയിലെ സേവനങ്ങളെ മുൻനിർത്തി റസൽ മുഹമ്മദിനെ ചടങ്ങിൽ ആദരിക്കും. മീഡിയ വൺ ജനറൽ മാനേജർ സവാബ് അലി, മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് MCA നാസർ എന്നിവരും പങ്കെടുക്കുമെന്ന് ജനറൽ കൺവീനർ K സലാഹുദ്ദീൻ പറഞ്ഞു. ഒമാനിലെ രണ്ടാം ഘട്ട അവാർഡ് വിതരണം നവംബർ 15-ന് മസ്കത്ത് റുസൈലിലെ മിഡിൽ ഈസ്റ്റ് കോളേജിലാണ് നടക്കുന്നത്. മീഡിയ വൺ, മസ്കത്ത്.